പാരി എൻഡിഎയുടെ വിജയത്തേരോട്ടം. 243-ൽ 200-ലേറെ സീറ്റ് നേടി ചരിത്ര വിജയം. മത്സരിച്ച 101-ൽ 90-ലേറെ സീറ്റ് നേടി ബിജെപിയുടെ കാവിക്കൊടുങ്കാറ്റ്. 40ഓളം സീറ്റ് വർദ്ധിപ്പിച്ച് ജെഡിയുവിന്റെ കുതിച്ചുചാട്ടം. നിതീഷ് കുമാർ തന്നെ മുഖ്യമന്ത്രിയെന്ന് ബിജെപി. ബീഹാറിൽ മഹാസഖ്യം നാമാവശേഷം. 70ഓളം സീറ്റ് കുറഞ്ഞ് നാണം കെട്ട പ്രകടനം. RJDക്ക് 50ഓളം സീറ്റിന്റെ ഇടിവ്. നിലം പരിശായി കോൺഗ്രസ്. CPIMLന് 1 സീറ്റ് നഷ്ടം. CPIMന് 1 സീറ്റ്. മുകേഷ് സഹാനിയുടെ VIP പച്ച തൊട്ടില്ല. ബീഹാറിലെ ശക്തിദുർഗങ്ങളിൽ പോലും മുട്ടുവിറച്ച RJD. യാദവ വോട്ട് ബാങ്കിലേക്കും NDAയുടെ കടന്നുകയറ്റം. കുതിച്ചുകയറി ചിരാഗ് പാസ്വാന്റെ LJP. കന്നിയംഗത്തിൽ സീറ്റ് നേട്ടമില്ലാതെ പ്രശാന്ത് കിഷോർ. കാടിളക്കിയുള്ള പ്രചരണം വോട്ടായില്ല. മഹാസഖ്യത്തിന്റെ തോൽവിക്ക് ആഘാതം വർദ്ധിപ്പിച്ചത് ജൻസുരാജും മജ്ലിസ് പാർട്ടിയും BSPയും. 70ഓളം സീറ്റുകളിൽ 3 പാർട്ടികളുടെയും വോട്ട് NDAയുടെ ഭൂരിപക്ഷത്തെക്കാൾ കൂടുതൽ. സൗഹൃദ മത്സരം നടന്ന സീറ്റുകളിൽ തകർന്നടിഞ്ഞു മഹാസഖ്യം. രാഘവ്പൂരിൽ കഷ്ടിച്ച് കരകയറി തേജസ്വി യാദവ്. തിരഞ്ഞെടുപ്പ് തോൽവിക്ക് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനെ പഴിച്ചു കോൺഗ്രസ്. ലക്ഷക്കണക്കിന് വോട്ട് വെട്ടിയത് തിരിച്ചടിയായി എന്ന് മാണിക്യം ടാഗോർ. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഏൽപ്പിച്ച ജോലി ചെയ്തെന്ന് പവൻ ഖേരയുടെ പരിഹാസം. വോട്ട് ചോരിയാണെന്ന് സിദ്ധരാമയ്യ. ബീഹാറിൽ നിലം തൊടാതെ കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ. രാഹുൽ ഗാന്ധിയുടെ വോട്ട് ചോരി പ്രചരണം ഏശിയില്ല. ദുർബല സംഘടനയും വിനയായി. ബീഹാർ തോൽവിയിൽ നിന്ന് പാഠം പഠിക്കണമെന്ന് ശശി തരൂർ ന്യൂസ് മലയാളത്തോട്. രാഷ്ട്രീയത്തിൽ വിജയവും പരാജയവും എപ്പോഴും ഉണ്ടാവാം. പക്ഷേ അതിൽ നിന്ന് എന്ത് നമ്മൾ പഠിച്ചു, എങ്ങനെയാണ് നമ്മൾ ഒരേ തെറ്റുകളെ വീണ്ടും ചെയ്യാതിരിക്കുന്നത്, അതൊക്കെയാണ് ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കാനുള്ള സമയം വരാൻ പോകുന്നത്. നിതീഷ് കുമാർ ബീഹാറിന്റെ മുഖ്യമന്ത്രി പദത്തിലെത്തുന്നത് 10ാം തവണ. വിജയ ഫോർമുലയായത് നിതീഷ് ഫാക്ടറും സ്ത്രീക്ഷേമ പദ്ധതികളും സോഷ്യൽ എഞ്ചിനീയറിംഗും. 2020-ലെ തകർച്ചയിൽ നിന്ന് കരകയറിയത് നിതീഷിന്റെ ഇമേജ് ഇന്ധനമാക്കി. ബീഹാർ കടുവ എന്ന ബാനറുകൾ ഉയർത്തി JDU അണികൾ. രണ്ട് സീനുകൾ വെട്ടി ഹാൽ സിനിമാ തർക്കത്തിൽ ഹൈക്കോടതിയിൽ ഒത്തുതീർപ്പ്. ധ്വജപ്രണാമത്തിലെ ധ്വജം മ്യൂട്ട് ചെയ്യണമെന്ന് കോടതി. മതാടിസ്ഥാനത്തിലുള്ള വിവാഹത്തിന്റെ കണക്ക് പറയുന്നതും ഒഴിവാക്കണം. വീണ്ടും സെൻസർ ബോർഡിനെ സമീപിക്കാൻ നിർദ്ദേശം. 2 ആഴ്ചയ്ക്കകം തീരുമാനമെടുക്കണമെന്നും ഹൈക്കോടതി. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ദേവസ്വം മുൻ സെക്രട്ടറി ജയശ്രീയുടെ അറസ്റ്റ് ചൊവ്വാഴ്ച വരെ തടഞ്ഞ് ഹൈക്കോടതി. ബോർഡ് മുൻ പ്രസിഡന്റ് A. പത്മകുമാറിനെ ഉടൻ ചോദ്യം ചെയ്യും. അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകാൻ തയ്യാറാണെന്ന് അറിയിച്ചതായി സൂചന. ചോദ്യം ചെയ്തതിന് ശേഷം അറസ്റ്റിന് സാധ്യത. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ FIR പകർപ്പ് ആവശ്യപ്പെട്ട എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഹൈക്കോടതിയിൽ. കള്ളപ്പണ ഇടപാട് നടന്നോ എന്ന് പരിശോധിക്കണം എന്ന് ED. ഹൈക്കോടതിയെ സമീപിച്ചത് റാന്നി കോടതി അപേക്ഷ തള്ളിയതിനു പിന്നാലെ. കോളിളക്കം സൃഷ്ടിച്ച കണ്ണൂർ പാലത്തായി പീഡന കേസിൽ പ്രതി പത്മരാജൻ കുറ്റക്കാരൻ. BJP നേതാവും അധ്യാപകനുമായ പ്രതി 10 വയസ്സുകാരിയെ ലൈംഗികമായി പീഡിപ്പിച്ചെന്ന് കണ്ടെത്തൽ. തലശ്ശേരി അതിവേഗ പോക്സോ കോടതിയുടെ ശിക്ഷാവിധി നാളെ. കേസന്വേഷണം DYSP രത്നകുമാർ അട്ടിമറിച്ചെന്ന് പ്രതിഭാഗം. കോൺഗ്രസ് സമീപ വർഷങ്ങളിൽ കൂടുതൽ ഇടതു സ്വഭാവമുള്ള പാർട്ടിയായി മാറിയെന്ന് ശശി തരൂർ. ഇത് സംഭവിച്ചത് BJPയുടെ വിഭജന രാഷ്ട്രീയത്തെ പ്രതിരോധിക്കുന്നതിനിടെ. ഈ പരിണാമം പ്രായോഗിക തലത്തിലല്ല, പ്രത്യയശാസ്ത്ര തലത്തിൽ. 1990കളുടെ തുടക്കത്തിൽ കോൺഗ്രസിന് മധ്യ നിലപാട് ആയിരുന്നെന്നും ശശി തരൂർ. നെഹ്റു കുടുംബത്തെ വിമർശിച്ച ശശി തരൂർ കോൺഗ്രസിൽ നിന്ന് സ്വയം ഇറങ്ങിപ്പോകണമെന്ന് MM ഹസൻ. തരൂർ MP ആയത് നെഹ്റു കുടുംബത്തിന്റെ ഔദാര്യത്തിൽ. സമൂഹത്തിന് വേണ്ടി വിയർപ്പ് പൊഴിക്കാത്ത ആളാണ് തരൂരെന്നും അതിരൂക്ഷ വിമർശനം. തദ്ദേശ പോരിലെ സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി മലപ്പുറത്ത് മുസ്ലിം ലീഗിൽ പൊരിഞ്ഞാടി. വണ്ടൂരിൽ ജില്ലാ മണ്ഡലം നേതാക്കളെ ഓഫീസിൽ പൂട്ടിയിട്ട് പ്രവർത്തകർ. വേങ്ങരയിൽ മുസ്ലിം ലീഗ് നേതാക്കളുടെ കൂട്ടയടി.
തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പത്രികാ സമർപ്പണത്തിന് തുടക്കം. എറണാകുളം തൃക്കാക്കര നഗരസഭയിലെ CPI-CPIM തർക്കത്തിന് പരിഹാരം. ഹെൽത്ത് സെന്റർ വാർഡ് CPIM-ന് നൽകി CPI. സഹകരണ വാർഡിൽ CPI മത്സരിക്കും. കൊച്ചി കോർപ്പറേഷനിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ പ്രതിഷേധിച്ച് CPI വിട്ട് ഡെപ്യൂട്ടി മേയർ KA അൻസിയ. SIR-നെതിരായ ഹർജിയുമായി സുപ്രീം കോടതിയെ സമീപിക്കാൻ സംസ്ഥാന സർക്കാരിന് ഹൈക്കോടതി നിർദ്ദേശം. സർക്കാരിന്റെ ഹർജി തീർപ്പാക്കി ഹൈക്കോടതി. സംസ്ഥാന സർക്കാർ കോടതിയെ സമീപിച്ചത് തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിലുള്ള ഉദ്യോഗസ്ഥ ക്ഷാമം ചൂണ്ടിക്കാട്ടി. തിരുവനന്തപുരം സ്വദേശി ശിവപ്രിയയുടെ മരണത്തിൽ SIT ആശുപത്രിക്ക് ക്ലീൻ ചിറ്റ് നൽകി വിദഗ്ധ സമിതി റിപ്പോർട്ട്. അണുബാധയ്ക്ക് കാരണം സ്റ്റെഫലോകോക്കസ് ബാക്ടീരിയ. ബാക്ടീരിയ ബാധിച്ചത് ആശുപത്രിയിൽ നിന്നല്ലെന്നും വിദഗ്ധ സമിതി. റിപ്പോർട്ട് തള്ളി ശിവപ്രിയയുടെ കുടുംബം. തൃശൂരിൽ ബൈക്ക് യാത്രികന്റെ മുഖത്ത് പേപ്പർ സ്പ്രേ അടിച്ച് 3 ലക്ഷം കവർന്ന 3-അംഗ സംഘം പിടിയിൽ. പ്രതികളെ പിടികൂടിയത് വാഹനം കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ. മഹാരാഷ്ട്ര സ്വദേശി അക്ഷയ് പ്രതാപിന്റെ പണം കവർന്നത് ഈ മാസം 7-ന്. സംസ്ഥാനത്ത് വീണ്ടും MDMA വേട്ട. കോഴിക്കോട് കരുവന്തുരുത്തി സ്വദേശി റംഷാദിൽ നിന്നും പിടികൂടിയത് 257 ഗ്രാം MDMA. തൃശൂർ ചാലക്കുടിയിൽ MDMA വിൽപ്പനയ്ക്കെത്തിയ 2 യുവതികളും വാങ്ങാനെത്തിയ 3 യുവാക്കളും പിടിയിൽ. ചരിത്രപ്രസിദ്ധമായ കൽപ്പാത്തി രഥോത്സവത്തിലെ 1-ാം തേരുത്സവത്തിന് തുടക്കം. മഹാമാമാങ്കത്തിന് സാക്ഷിയാകാൻ കൽപ്പാത്തി തെരുവിൽ ആയിരങ്ങൾ. ദേവരഥ സംഗമം 16-ന് വൈകിട്ട്. രഥസംഗമം കണ്ടുതൊഴാൻ 30 മുക്കോടി ദേവകളും എത്തുമെന്ന ഐതിഹ്യം. വനിതാ ജീവനക്കാർക്ക് മാസത്തിൽ 1 ദിവസം ആർത്തവ അവധി അനുവദിച്ച് കർണാടക സർക്കാർ. അവധി സർക്കാർ സ്വകാര്യ മേഖലയിലെ 18 മുതൽ 50 വയസ്സ് വരെയുള്ളവർക്ക്. ആർത്തവ അവധിക്ക് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വേണ്ടെന്നും ഉത്തരവ്. ഡൽഹി ചെങ്കോട്ട സ്ഫോടനത്തിന്റെ സൂത്രധാരൻ ഉമർ നബിയുടെ വീട് തകർത്ത് സുരക്ഷാ സേന. പുൽവാമയിലെ വീട് നിലം പരിശാക്കിയത് IED ഉപയോഗിച്ച്. ജെയ്ഷെ മുഹമ്മദ് അടക്കമുള്ള ഭീകര സംഘടനയുടെ ഭാഗമെന്ന് ഉമർ എന്ന് NIA. പനോരമ ഡോക്യുമെന്ററി വിവാദത്തിൽ ഡൊണാൾഡ് ട്രംപിന് മുന്നിൽ മുട്ടുമടക്കി BBC. ഡോക്യുമെന്ററി ഇനി സംപ്രേഷണം ചെയ്യില്ല. ട്രംപിനോട് മാപ്പ് പറഞ്ഞ് ചാനൽ അധികൃതർ. അമേരിക്ക ആവശ്യപ്പെട്ട നഷ്ടപരിഹാരം നൽകേണ്ടതും തീരുമാനം. ഇന്ത്യയുമായുള്ള വ്യാപാര ചർച്ചകളിൽ പുരോഗതിയെന്ന് അമേരിക്ക. ഈ വർഷം തന്നെ ചർച്ചകൾ ഫലം കാണുമെന്നും US. റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി അവസാനിപ്പിച്ചാൽ താരിഫ് കുറയ്ക്കാമെന്ന നിലപാടിൽ ഉറച്ച് ഡൊണാൾഡ് ട്രംപ്. ഇന്ത്യക്കും അഫ്ഗാനുമെതിരെ വീണ്ടും പ്രകോപന പ്രസ്താവനയുമായി പാകിസ്ഥാൻ. യുദ്ധത്തിന് പൂർണ്ണ സജ്ജമാണെന്ന് പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ്. ദൈവം പാകിസ്ഥാനൊപ്പമെന്നും ഖ്വാജ. പരാമർശം 12 പേരുടെ ജീവനെടുത്ത ഇസ്ലാമാബാദ് ചാവേർ സ്ഫോടനത്തിന് പിന്നാലെ. കരസേനയ്ക്കായി അപ്പാച്ചെ ഹെലികോപ്റ്ററുകൾ കൊണ്ടുവന്ന ചരക്കു വിമാനത്തിന് തുർക്കി വ്യോമപാത നിഷേധിച്ചതായി റിപ്പോർട്ട്. ചരക്കു വിമാനം യാത്ര തിരിച്ചത് അരിസോണയിലെ വിമാനത്താവളത്തിൽ നിന്ന്. തുർക്കി വ്യോമപാത അനുവദിക്കാത്തതോടെ വിമാനം മടങ്ങി. ഭൂചലനങ്ങൾക്കും ചുഴലിക്കാറ്റിനും പിന്നാലെ ഫിലിപ്പീൻസിൽ താൽ അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചു. ചാരം വ്യാപിച്ചത് 3 കിലോമീറ്ററോളം. 24 മണിക്കൂറിനിടെ മേഖലയിലുണ്ടായത് 7 അഗ്നിപർവ്വത ഭൂകമ്പങ്ങൾ. കാനറി ദ്വീപുകളിൽ നിന്ന് കുട്ടികളെ ഫ്രാൻസിലേക്ക് കടത്തുന്നതായി വിവരം. ലാൻസാരോട്ട്, മാഡ്രിഡ് മേഖലകളിൽ നടത്തിയ പരിശോധനയിൽ 11 പേർ അറസ്റ്റിൽ. വ്യാജരേഖകളും ഇലക്ട്രോണിക് ഉപകരണങ്ങളും പിടിച്ചെടുത്തു. ദ്വീപുകളിൽ നിന്ന് കാണാതായത് 14 കുട്ടികളെ. മോഹൻലാൽ, ലിജോ ജോസ് പെല്ലിശ്ശേരി ചിത്രം മലൈക്കോട്ടെ വാലിബൻ ജപ്പാനിൽ പ്രദർശനത്തിന്. റിലീസ് ജനുവരി 17-ന്. ലിജോ ചിത്രം ജാപ്പനീസ് ഭാഷയിലേക്ക് മൊഴി മാറ്റും. കൊൽക്കത്ത ടെസ്റ്റിൽ ദക്ഷിണാഫ്രിക്കയെ എറിഞ്ഞു വീഴ്ത്തി ഇന്ത്യ. ദക്ഷിണാഫ്രിക്ക 159 ഓൾ ഔട്ട്. ജസ്പ്രീത് ബുംറയ്ക്ക് 5 വിക്കറ്റ്. സിറാജിനും കുൽദീപിനും 2 വിക്കറ്റ്. ഇന്ത്യയ്ക്ക് ആദ്യ വിക്കറ്റ് നഷ്ടം.
ലോകകപ്പ് യോഗ്യതാ മത്സരത്തിൽ റൊണാൾഡോയുടെ പോർച്ചുഗലിനെ ഞെട്ടിച്ച അയർലൻഡ്. റോണോയ്ക്ക് അന്താരാഷ്ട്ര കരിയറിലെ ആദ്യ ചുവപ്പ് കാർഡ്. വമ്പൻ ജയത്തോടെ ടിക്കറ്റ് ഉറപ്പിച്ച് ഫ്രാൻസ്. ഹാലൻഡിന്റെ കരുത്തിൽ നോർവേ യോഗ്യതയ്ക്കരികെ. ഇറ്റലിക്കും ഇംഗ്ലണ്ടിനും ജയം.